മന്തി കഴിക്കണോ ബിരിയാണി കഴിക്കണോ? ബിരിയാണി കഴിച്ചല്ല, നല്ല തലശ്ശേരി ബിരിയാണി. നാവിലെ മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണ്. സയ്യാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞു പറന്ന് റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബക. ഹേ ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങൾ എത്തിയത് നല്ലൊരു ബിരിയാണി കഴിക്കാനാണ്, നല്ല തലശ്ശേരി ബിരിയാണി കഴിക്കാൻ. അപ്പൊ നമ്മൾ എത്തിയത് ഷുർഫ റെസ്റ്റോറന്റിലാണ്. ഏകദേശം 2 വർഷമായി റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട്. അപ്പൊ നല്ല തലശ്ശേരി ബിരിയാണി കഴിച്ചാലോ? നമ്മുടെ കേരളക്കാരുടെ പ്രധാന രുചിയായിട്ടുള്ള തലശ്ശേരി ബിരിയാണി ട്രൈ ചെയ്താലോ? അപ്പൊ അധികം ലേഗൊന്നും അടിക്കാതെ നമ്മുടെ തലശ്ശേരി ബിരിയാണി എത്തിയിട്ട്, നമ്മുടെ മലയാളികളുടെ പ്രധാന ബിരിയാണിയുടെ ഐറ്റം ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി സംഭവം നല്ല രീതിയിലൊരു ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം ഇത്തിരി സലാസ് അച്ചാറും ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു രുചിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. പ്രത്യേകിച്ച് മറ്റുള്ള ബിരിയാണി എന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രുചി കൂട്ടാണ് തലശ്ശേരി ബിരിയാണി. അത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലത്തെ പീസുകളൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ്നെസ് ആണ്, കാരണം ഒന്ന് പിടിക്കുമ്പോൾ തന്നെ എല്ലാം പോകുന്നുണ്ട്. കാരണം അത്രയ്ക്കധികം ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തുണ്ട്. അത് നല്ലൊരു രസം, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് ബിരിയാണി കഴിക്കാനായിട്ട്. ഷുർഫയുടെ റിയൽ അറേബ്യൻ ടേസ്റ്റ് ആണെങ്കിലും നമ്മുടെ മലയാളികളുടെ ടേസ്റ്റ് ആണ് ഈ തലശ്ശേരി ബിരിയാണിക്ക്. പിന്നെ ഇതിൻ്റെ മസാലയിലും സ്പൈസിക്കൊപ്പം ചെറുതായിട്ടൊരു മധുരം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഷുഗറിൻ്റെ ഒരു അംശം വരുന്നുണ്ട്. അതന്നെ അതുകൊണ്ട് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഗ്രേവിയിലായാലും ചിക്കനിലായാലും ഓവർ സ്പൈസിങ് കാര്യങ്ങളൊന്നുമില്ല. നിനക്ക് എങ്ങനെയുണ്ട് ബിരിയാണി? ഇതിൽ എടുത്ത് പറയാതെ ഇതിന്റെ ഗ്രേവിയാണ്. എല്ലാം നല്ല സ്പൈസസ് എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടിയിട്ട്. പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നെയ്യൊക്കെ വരുന്നുണ്ട്. ഇത്തിരി നെയ്യോടുകൂടിയുള്ള പീസുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തിരി ജ്യൂസി ആയിട്ടുള്ള പീസുകളാണ്, എന്നാലും നല്ലൊരു അട്രാക്റ്റീവ് ആണ് തലശ്ശേരി ബിരിയാണി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ആയിട്ടുള്ള അൽഫാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ കുറേ വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഉണ്ട്. ആമ്പൂരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, പിന്നെ നല്ലൊരു കുഴിമന്തി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ ലേറ്റായി, ഇത്തിരി 9-10 മണിയായി. കാരണം അപ്പോഴേക്കും ഇവിടുത്തെ എല്ലാ ഫുഡും ഏകദേശം കഴിയണ നേരമാണ്. കാരണം അത്രയ്ക്കധികം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ അവസാന ചെറിയ ചെസ്റ്റ് പീസൊന്നും നമുക്ക് കിട്ടിയില്ല, ജസ്റ്റ് ലെഗ് പീസാണ് കിട്ടിയത് അൽഫാമിൽ. അത് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ ലേറ്റ് ആയതാണ്. ഒരു 9 ടൈമായി നമ്മൾ ഫുഡിൻ്റെ ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പം എന്തായാലും വന്ന സ്പോട്ട് അടിപൊളിയാണ്, കാരണം ഒട്ടേറെ പേരെ വന്ന് ഫുഡ് കഴിച്ച് പോകുന്ന സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ പല ഫുഡുകളും കഴിഞ്ഞത്. അപ്പം നമ്മുടെ അവസാനത്തെ പീസായിട്ടുള്ള അൽഫാം കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഒന്ന് വലിക്കുമ്പോഴേക്കും സാധനം വരികയാണ് ഇങ്ങോട്ട്. അപ്പോൾ അത്രയ്ക്കധികം സോഫ്റ്റ് ആണ്. നമ്മുടെ ആമ്പൂരി ബിരിയാണിയിലെ ചിക്കൻ്റെ പോലെ തന്നെയാണ്, നന്നായിട്ട് വെന്തുണ്ട്. അത് നമുക്ക് എന്തായാലും മനസ്സിലായി. ഇനി ടേസ്റ്റിൻ്റെ കാര്യമാണ് നമുക്ക് നോക്കണ്ടോ. സാധാരണ മയോണൈസ് മുക്കി വയ്ക്കുമ്പോൾ മയോണൈസിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുക. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകും. നല്ല അടിപൊളിയായിട്ടുള്ള അൽഫാമിൻ്റെ ഈ ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യണത്. കാരണം അത്രയ്ക്കധികം നല്ലൊരു മസാല കൂട്ടാണ് ഒരു ചെയ്ത് വെച്ചേക്കണേ. അതെന്തായാലും അടിപൊളിയുണ്ട് ഇവരുടെ അൽഫാം ആയാലും. അപ്പോൾ ആമ്പൂരിൻ്റെ ഒപ്പം തന്നെ അൽഫാം എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. എങ്ങനെയുണ്ട് അൽഫാം? നല്ല സാധനം, നല്ല രസമുണ്ട്, നല്ല ജ്യൂസിയാണ് സാധനം. നല്ല നെയ്യൊക്കെ ആയിട്ട് നല്ല ക്രിസ്പിയാണ്. ഇത് നന്നായിട്ട് മുരിഞ്ഞുണ്ടാകുക, അതൊക്കെ ഇങ്ങനെ വെന്തുണ്ട്. നല്ല കുക്ക്ഡാണ്. അപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഇത്ര നല്ല രീതിയിൽ അൽഫാമിന് ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. അവൻ്റെ രീതിക്കാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടുത്തെ അൽഫാം ആയാലും നമ്മുടെ ട്രൈ ചെയ്ത മറ്റേ തലശ്ശേരി ബിരിയാണി ആയാലും. ഇവിടെ വേറെ കൂടെ ബിരിയാണീസ് ഉണ്ട്, നമുക്ക് മറ്റൊരു വീഡിയോ ട്രൈ ചെയ്യണം. നിനക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും വേണോ? എനിക്കൊരു പെപ്സി കിട്ടിയാൽ നന്നായിരിക്കും. ഓക്കെ ചേട്ടാ, ഒരു പെപ്സി.
സംഭവം എല്ലാം പറയേണ്ട താമസമല്ലോ കേട്ടോ. നമ്മളതിനെ അങ്ങനെ ഒരു കസ്റ്റമേഴ്സിനെ അങ്ങനെ ലാഗ് അടിപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞ സാധനം ഇപ്പോൾ അൽഫാം ആയാലും ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റൊക്കെ മാക്സിമം പോയിട്ടുള്ളൂ. ബിരിയാണി ആയാലും ഒരു 5 അല്ലെങ്കിൽ ഒരു 6 മിനിറ്റിനോടൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചിലയിടത്തൊക്കെ പോയാൽ പറഞ്ഞിങ്ങനെ ഇരിക്കേണ്ട തന്നെ വരും. നമ്മൾ ചിലപ്പോൾ ഒരു സിനിമ കണ്ടിരുന്നാലും ചിലപ്പോൾ ഫുഡ് എത്തില്ല. അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നല്ല ലാഗ് അടിപ്പിക്കാതെ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അൽഫാം ഫുൾ ഫിനിഷ് ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി കുറേ വെറൈറ്റീസ് ഓഫ് ബിരിയാണികളുണ്ട്. തലശ്ശേരി, ആമ്പൂരി, ഹൈദരാബാദി. നമുക്ക് അതിൽ തലശ്ശേരി മാത്രം ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അവിടെ കഴിഞ്ഞു. ഇവിടെ ഒരു 9:30-9 മണിയാകുമ്പോഴേക്കും ഫുൾ കഴിയേണ്ടതാണ്. ഇന്നിപ്പോൾ നമ്മൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയതാണ് ഇവിടുത്തെ ഫുഡ്. എന്തായാലും ഭാഗ്യമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ടേസ്റ്റിങ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറയാനും പറ്റി, സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞു കൊടുക്കാനും പറ്റി. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ മന്തിയാണ് മെയിൻ. മന്തി ആൻഡ് ബിരിയാണി ഹൗസ് എന്നാണ് ഇതിൻ്റെ സൈഡിൽ ഇത് ചെയ്യണേ. അപ്പോൾ ഇവിടെ നല്ല വെറൈറ്റീസ് ഒക്കെ ഒരു കുഴിമന്തി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും ഇവിടേക്കാണ് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡുകളൊക്കെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ആംബിയൻസും കുഴപ്പമില്ല, വലിയ അത്രമാത്രം ആംബിയൻസ് എന്ന് പറയാല്. പക്ഷെ എന്നാലും ആംബിയൻസിൽ അടിപൊളിയാണ്. പിന്നെ ഇത്തിരി ഉള്ളത് ഫാമിലീസൊക്കെ ആയിട്ട് വരുമ്പോൾ സെപ്പറേറ്റ് ഒരു റൂം പോലെയൊക്കെ ഉണ്ട്. ഫാമിലീസിന് മാത്രം ഇരുന്ന് കഴിക്കാവുന്ന ഒരു ടേബിൾ പോലൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തിരി പ്രൈവസിയിൽ. അപ്പോൾ ഫാമിലീസിനൊക്കെ എന്തായാലും അട്രാക്റ്റീവ് ആണ്. ഫ്രണ്ട്സിനൊക്കെ വന്ന് എൻജോയ് ചെയ്ത് പോകാവുന്ന ഒരു സ്പോട്ടാണ്. റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഇത്തിരി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ലായിട്ട് പോകാവുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ അൽഫാം ആയാലും അല്ലെങ്കിൽ മറ്റേ അൽഫാം പിന്നെ അതുപോലെ ബിരിയാണീസൊക്കെ ആയാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. അപ്പം ഇനി നമ്മുടെ സെക്കൻഡിലോടക്കാം. എങ്ങനെയുണ്ടായിരുന്നു? എനിക്കിവിടുത്തെ ഫുഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മറ്റേ തലശ്ശേരി ബിരിയാണിയാണ്. പിന്നെ അൽഫാം പിന്നെ കുഴപ്പമില്ല. അത് പക്ഷെ ഒരു നോർമലായിട്ട് എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും ഒരു നോർമൽ എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ ഈ അൽഫാമും കാര്യങ്ങളൊക്കെ. ഇത്തിരി തലശ്ശേരി ആകുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പക്ഷെ അൽഫാം കുറച്ച് ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു അൽഫാം. പിന്നെ ഇവിടുത്തെ സർവീസൊക്കെ നല്ലതായിരുന്നു. അവര് നമ്മൾ പറയുന്നത് അപ്പനപ്പനെ കൊണ്ടുവരുന്നുണ്ട്. വലിയ ലാഗ് അടിപ്പിക്കലൊന്നുമില്ല. അപ്പോ എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഒരു വട്ടം കൊണ്ട് വരില്ല ഇവിടുത്തെ കുഴിമന്തി ട്രൈ ചെയ്യാൻ. കുഴിമന്തി ട്രൈ ചെയ്യണം എന്തായാലും. അപ്പോ ആ ഒരു വീഡിയോ ഞങ്ങൾ വരും. അപ്പൊ നമുക്ക് ഇനി ബൈ പറയാല്ലേ? അപ്പോ ബൈ. മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണ്. സയ്യാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞ് പറന്ന്. റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബക